ശിവപുരാണം അനുസരിച്ച് ഭൃംഗി മഹർഷി ഭഗവാൻ ശിവന്റെ ഒരു അതീവ ഭക്തനായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം കൈലാസത്തിലെത്തി ശിവഭഗവാനെ പൂജിക്കുമായിരുന്നു. എന്നാൽ ഈ ഭക്തിയിൽ ഒരു അസാധാരണ വശമുണ്ടായിരുന്നു. ദേവി പാർവതിയെ അദ്ദേഹം പൂജ ചെയ്യുന്നതിൽ ഉൾപ്പെടുത്താനായി വിസമ്മതിച്ചിരുന്നു. എപ്പോഴും പൂജയ്ക്കൊടുവിൽ അദ്ദേഹം ശിവഭഗവാനെ മാത്രം ചുറ്റി പ്രദക്ഷിണം വെച്ച് മടങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭൃംഗി മഹർഷി ശിവഭഗവാനെ ദർശിക്കാൻ കൈലാസത്തിലെത്തി. കൈലാസത്തിൽ ശിവഭഗവാൻ പാർവതി ദേവിയും ഒന്നിച്ച് ഇരിക്കുകയായിരുന്നു. ഭൃംഗി മഹർഷി മഹാദേവന്റെ പാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് താൻ ശിവഭഗവാനെ മാത്രം പൂജിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. പരമശിവനും പാർവതി ദേവിയും തങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. ഭൃംഗി മഹർഷി ശിവഭഗവാന്റെ പാദങ്ങൾ കഴുകി ശിവഭഗവാന് മാത്രം ആരതി ഒഴിഞ്ഞു. ഇത്തവണയും അദ്ദേഹം ശിവഭഗവാനെ മാത്രം ആരാധിക്കുകയും പാർവതി ദേവിയെ അവഗണിക്കുകയും ചെയ്തു. തുടർന്ന് ഭൃംഗി മഹർഷി ശിവഭഗവാന് മാത്രം നിവേദ്യം അർപ്പിച്ചു. ശിവഭഗവാൻ ആ നിവേദ്യത്തിന്റെ പാതി പാർവതി ദേവിക്ക് നൽകി. ഇത് ഭൃംഗി മഹർഷിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശേഷം ഭൃംഗി മഹർഷിക്ക് മഹാദേവനെ മാത്രം 3 തവണ വലം വെക്കണമായിരുന്നു. ശിവഭഗവാനും പാർവതി ദേവിയും ഒന്നിച്ച് ഒരേ പീഠത്തിൽ ഇരിക്കുന്നതിനാൽ ഭൃംഗി മഹർഷി ശിവഭഗവാനെ മാത്രം വലം വെക്കാനായി ഒരു എലിയുടെ രൂപമെടുക്കുകയും 1 തവണ വലം വെക്കുകയും ചെയ്തു. ഇത് കണ്ട മഹാദേവൻ പാർവതി ദേവിയെ അല്പം കൂടെ അടുത്തു ചേർത്തിരുത്തി. അപ്പോൾ ഭൃംഗി മഹർഷി ഒരു തേനീച്ചയുടെ രൂപമെടുത്ത് വീണ്ടും മഹാദേവനെ മാത്രം വലം വെച്ചു. ഇതിൽ കുപിതരായ പാർവതി പരമേശ്വരന്മാർ ഉടൻ തന്നെ അർദ്ധനാരീശ്വര രൂപമെടുത്തു. എന്നിട്ട് ശിവനും ശക്തിയും പരസ്പരം വേർപെടുത്താനാവാത്തവരാണെന്നും ശിവനില്ലാതെ ശക്തിക്കും ശക്തിയില്ലാതെ ശിവനും അസ്തിത്വമില്ലെന്നും അവർ ഭൃംഗി മഹർഷിയോട് പറഞ്ഞു. അപ്പോഴും ഭൃംഗി മഹർഷി തന്റെ വാശിയിൽ ഉറച്ചു നിന്നു. ഈ അവിവേകം കണ്ടപ്പോൾ പാർവതി ദേവിക്ക് കോപമടക്കാനായില്ല. കുപിതയായ പാർവതി ദേവി തന്റെ ദിവ്യശക്തിയാൽ ഭൃംഗി മഹർഷിയുടെ ശരീരത്തിലുള്ള സ്ത്രീത്വത്തിന്റെ അംശം പൂർണ്ണമായും വേർപെടുത്തി. ഉടൻ തന്നെ ഭൃംഗി മഹർഷിയുടെ ശരീരം ദുർബലമാവുകയും അദ്ദേഹത്തിനു തന്റെ തെറ്റുകൾ ബോധ്യപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ ഭൃംഗി മഹർഷി പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ വീണ് സ്ത്രീത്വത്തിനെ അപമാനിച്ചതിന് മാപ്പ് അപേക്ഷിച്ചു. പാർവതി ദേവിയുടെ ശാപത്താൽ മാംസവും രക്തവും നഷ്ടപ്പെട്ട ഭൃംഗി മഹർഷിക്ക് ശാപമോക്ഷം എന്നോണം നടക്കാനായി മഹാദേവൻ ഒരു 3-ാം കാൽ നൽകുകയും ചെയ്തു.